ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളയിലോട്ട്. നമുക്ക് വിശേഷ ദിവസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അമ്മക്ക് ഇവിടെ ഭയങ്കര ടെൻഷനായിരിക്കും. അന്നത്തെ ദിവസം ഉച്ചക്ക് എന്തായിരിക്കും ഉണ്ടാക്കാന്ന്. ഓരോ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ തന്നെ ആലോചിക്കാൻ തുടങ്ങും. ഇപ്പൊ ക്രിസ്മസിന്റെ അന്ന് എന്തുണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കണോ, അതുണ്ടാക്കണോ, ഇതുണ്ടാക്കണോ, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. പിന്നെ ലാസ്റ്റിൽ ചോറും കറിയിൽ തന്നെ വന്ന് നിന്നു. അങ്ങനെ ഇപ്രാവശ്യം 1-2 കറികളൊക്കെ കൂട്ടി ചോറ് തന്നെ വെച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുന്ന കഴിയുമ്പോഴേക്കും അടുക്കളയിൽ നല്ല തിരക്കിട്ട പണിയായിരിക്കും. ഒന്നാമത് വിരുന്നുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്രാവശ്യം റിൻസണും റോബർട്ടൊക്കെ ഉണ്ടായിരുന്നു വിരുന്നുകാരായിട്ട്. അപ്പം അതുകൊണ്ട് അവരും കൂടെ വന്നതുകൊണ്ട് തന്നെ വേഗം പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വേണമെന്നല്ലോ. എല്ലാവരും വന്നു കഴിയുമ്പോൾ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കണ്ടേ കുറച്ച് നേരമൊക്കെ. അല്ലെങ്കിൽ വിരുന്നുകാർ വന്നിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് പണിയെടുത്തോണ്ടിരുന്ന അങ്ങനെ ശരിയാവണേ. അങ്ങനെ ക്രിസ്മസിന്റെ ഉച്ചയൂണിനുള്ള കറികളെല്ലാം തന്നെ റെഡിയായി. എരിവർച്ചയായിരുന്നു ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ട്. അത് ഇന്നത്തെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട്. എരിവർച്ച ഉണ്ടായിരുന്നു, പിന്നെ കരളേറി ഉണ്ടായിരുന്നു, അതേപോലെ ചിക്കൻ ഫ്രൈയും, പിന്നെ ക്യാബേജ് പീരൊതുക്കിയതുണ്ടായിരുന്നു. ക്യാബേജ് പീരൊതുക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നോൺ വെജ് മാത്രം പോലെ ഇച്ചിരി പച്ചക്കറിയും വേണമല്ലോ.